ഹലോ വെൽക്കം ബാഗീസ്. ഹേറ്റേഴ്സിന് കൊടുക്കാനുള്ളതെല്ലാം കൂടെ ഒറ്റ മാച്ചിൽ മറുപടി ആക്കിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. ലാസ്റ്റ് 5 ഇന്നിങ്സ് 3 സെഞ്ചുറീസ് ദാറ്റ് ഹി സ്കോർഡ്. എൻ്റെ മോനെ വേറെ ലെവൽ എന്നല്ലാതെ വേറെ പറയാനില്ല. ഓൾസോ ദ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ സഞ്ജു സാംസൺ ആൻഡ് തിലക് വർമ്മ ടോപ്പ് നോച്ച്. 93 ബോളിൽ നിന്നും 210 റൺസ്. ആ മാമത്ത് ടോട്ടൽ തന്നെയാണ് ഇവിടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ നേടിയിരിക്കുന്നത്. ഇറ്റ്സ് 283 ഫോർ 1. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് അവിടെ വീണ്ടായിരുന്നത്. അഭിഷേക് അത്യാവശ്യം ഷെയ്ക്കിയായിരുന്നു. പക്ഷെ തിലക് വർമ്മ വന്നു തൊട്ട് അടിയോടടി 255 ആയിരുന്നു അവിടെ തിലക് വർമ്മയുടെ സ്ട്രൈക്ക് റേറ്റിംഗിൽ. അവസാനം ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 194 ആണ് സഞ്ജു സാംസൺ സ്ട്രൈക്ക് റേറ്റ്. ഒരു തവണ ഇത് 200 മുകളിൽ തന്നെയായിരുന്നു. പക്ഷെ അവസാന സമയത്തേക്ക് വന്നപ്പോൾ പതുക്കെ കുറഞ്ഞാണ്. എന്നാലും 194 റൺസ് ഒരു ഓപ്പണർ അവിടെ ഔട്ട് ആവാതെ നിന്നു എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ് നേടി അവിടെ തിലക് വർമ്മയും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 22 വയസ്സുകാരന്റെ അട്ടിപ്പതറാതുള്ള പോരാട്ടം അവിടെ എതിർത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഹേറ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. അല്ലെങ്കിൽ ഈ കളി പൂർണ്ണമായിട്ടും കാണാതെ അവർ കയറി കിടന്ന് ഉറങ്ങുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ചൊറിച്ചിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 ഡെക്കുകളായപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഫാദറിനോടുള്ള കലിപ്പാണെന്ന് അറിയത്തില്ല. അടിയോടടിയായിരുന്നു. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ അടി. ഈ സഞ്ജുവിൻ്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ബോൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടൊരു ബാറ്റ്സ്മാൻ വേറെ കാണില്ല. ആ രോഹിത് ശർമ്മയെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം അടിച്ചാൽ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞ അടിയായിരിക്കും. ഒരു രീതിയിലുള്ള ഷെയ്ക്കി ആയിട്ടുള്ള ഇന്നിങ്സ് അവിടെ കാണാൻ പറ്റില്ല. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്നിങ്സ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ജാൻസണിൻ്റെ രണ്ടെണ്ണം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ജാൻസന്റെ എക്കോണമി 10 മുന്നിൽ പറിച്ചു വിട്ടിട്ടാണ് ഇവിടെ കളി തീർന്നിട്ടുള്ളത്. ആൻഡ് അൺബീറ്റൻ ആയിട്ടുള്ള ആ ഒരു സെഞ്ചുറി സത്യം പറഞ്ഞാൽ സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യം കൂടിയായിരുന്നു. സെഞ്ചുറി അടിക്കുന്നുണ്ടായിരുന്നെങ്കിലും ബാക്കി മത്സരങ്ങളെല്ലാം വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അൺബീറ്റൻ ആയിട്ടൊരു സെഞ്ചുറി ആവശ്യം കൂടിയായിരുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ് എക്കോണമി ഓഫ് ബോളേഴ്സ്. മാർക്കോ ജാൻസൺ 10.5, കോട്സി 3 ഓവറിൽ നിന്നും 14.33 എക്കോണമി, സിപ്പംല 4 ഓവറിൽ നിന്നും 14.5 എക്കോണമി. ഇതിൻ്റെ അകത്ത് എക്കോണമി താഴ്ന്ന ആരുമില്ല. സ്റ്റബ്സിനിട്ടാണ് ഓരോ ഓവറിൽ 21 റണ്ണാണ് കിട്ടിയത്. മാർക്കറ്റിനാണെങ്കിൽ 15 എക്കോണമി. നെക്സ്റ്റ് എന്ന് പറഞ്ഞ മഹാരാജ് 14 എക്കോണമി. എല്ലാത്തിനും വട്ടം പൂച്ചിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഫീൽഡ് പ്ലേസ്മെന്റ് അനുസരിച്ച് ആയിരുന്നില്ല സൗത്ത് ആഫ്രിക്കയുടെ ബോളിങ്. ഓൾസോ ഫീൽഡിങ്ങിൽ ഒരുപാട് ഷേക്കി ആയിട്ടുള്ള ഫീൽഡിംഗ് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയാറുണ്ട്. പക്ഷെ ആ ഒരു എഫേർട്ട് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല. അടി എന്നൊക്കെ പറഞ്ഞാൽ പമ്പര അടിയായിരുന്നു. 283 റണ്ണ്. അതും സൗത്ത് ആഫ്രിക്ക പോലൊരു ടീമിനെതിരെ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം സൂര്യകുമാർ യാദവിൻ്റെയാണ്. ആ ഒരു ലെവനിൽ ചേഞ്ചും കൊണ്ടുവന്നില്ല. മറ്റൊന്നുമല്ല, ടോപ്പ് ഓർഡറിലേക്ക് തിലക് വർമ്മയെ വീണ്ടും കയറ്റിയും വിട്ടു. സൂര്യകുമാർ യാദവ് ആ ഒരു പൊസിഷൻ വരാതെ തിലക് വർമ്മ കഴിഞ്ഞ ദിവസം സെഞ്ചുറി അടിച്ചായിരിക്കുകയാണെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടായതുകൊണ്ട് തിലക് വർമ്മയെ വീണ്ടും കയറ്റി വിടുന്നു. അതിനകത്ത് റിസൾട്ട് തിലക് വർമ്മയുടെ ബാറ്റിൽ നിന്ന് വരുന്നു. പോരാതെ തന്നെ സഞ്ജു സാംസൺ എന്ന ഓപ്പണർ വീണ്ടും T20 കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞ് മുഴുവിപ്പിക്കുകയാണ് അവിടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബൈ ബൈ.